എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സെയിം ഡേ സെയിം ദിവസം കാര്യങ്ങളെല്ലാം സെയിം തന്നെ. നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പോളിഗൻ്റെ നമ്മുടെ സിസ്ക്യൂ D7 നമ്മൾ സൈക്കിള് വാങ്ങിയിട്ട് ഫുൾ സസ്പെൻഷൻ സൈക്കിളും കാര്യങ്ങളൊക്കെ വാങ്ങി കാറിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ്. ഒരു ഇർട്ടിക കാറാണ് കേട്ടോ. അപ്പോൾ ഞാനും ബാബുചേട്ടനാണ് ഇപ്പോൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹായ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു സർപ്രൈസും കൂടി ഉണ്ട് എന്നുള്ളത്. സർപ്രൈസ് അല്ല, അത് ചെറിയൊരു പണിയാണ്. 1.5 ലക്ഷം രൂപ എങ്ങനെ സൈക്കിളിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് വീട്ടിലറിയോ കാര്യങ്ങളൊക്കെ. വീട്ടിൽ ഈ സംഭവം സത്യം പറയുകയാണെങ്കിൽ അറിയില്ല കേട്ടോ. വീട്ടുകാർക്കും ചെറിയൊരു അന്താളിപ്പായിരിക്കും. സൈക്കിള് വിറ്റു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഈ ഉടനെ തന്നെ ഒരു 1.5 ലക്ഷത്തിൻ്റെ സൈക്കിള് എടുക്കും എന്ന് ഒരാൾക്കും അറിയില്ല കേട്ടാ. ഞാൻ അനിയനെ സൂചിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ അമ്മയ്ക്കും ഡാഡിക്കും അമ്മാമ്മയ്ക്കും അറിയില്ല. നമ്മൾ 1.5 ലക്ഷം രൂപ വില വരുന്ന സൈക്കിള് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈക്കിളുകൾ ബൈക്സിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബൈക്ക് വാങ്ങും എന്ന് ആർക്കും അറിയില്ല. അമ്മയ്ക്കും അറിയില്ല, ഡാഡിക്കും അറിയില്ല. അനിയനെ ഞാനിപ്പോൾ എന്തായാലും വിളിച്ച് പറയണം. അനിയൻ്റെ അടുത്തൊരു സൂചിപ്പിക്കണം. ഫോട്ടോയും കാര്യങ്ങളൊക്കെ അനിയൻ കണ്ടിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നേരെ അമ്മയുടെയും ഡാഡിയുടെയും റിയാക്ഷൻ എടുക്കാൻ പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലക്ഷം ഞാൻ മറച്ച് സൈക്കിൾ വാങ്ങി. കാറ് വാങ്ങേണ്ട കാശായിരുന്നു 1.5 ലക്ഷം രൂപ അഡ്വാൻസ് ഇടാൻ വേണ്ടി വെച്ചോക്കുന്നതായിരുന്നു. അതെടുത്തിട്ടാണ് നമ്മൾ സൈക്കിൾ വാങ്ങിയത്. എന്തായിരിക്കും വീട്ടിലത്തെ അവസ്ഥ നമുക്ക് നോക്കി നോക്കാണ്ട. സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ പോട്ട എന്ന് പറഞ്ഞ ഒരു മേൽപ്പാലം, പോട്ട എന്നാണോ പേട്ട എന്നാണോ പറയാ? പോട്ട മേൽപ്പാലം ചാലക്കുടി കഴിഞ്ഞു. ഇനി കൊടകര, ആമ്പല്ലൂര്, തൃശ്ശൂർ കുറച്ച് ബ്ലോക്ക് ഉണ്ട് ഹൈവേയിലൊക്കെ. സോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പയ്യെ നിൽക്കണല്ലോ കേട്ടോ. 2.5 മണിക്കൂറാണ് വൈറ്റിലേന്ന് എൻ്റെ വീട് തൃശ്ശൂർക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ എന്തായാലും നോക്കി നോക്കാം അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് കേട്ടോ. വീട്ടിലെത്തി സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് ഉണ്ടടാ. സോ അനിയൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇംപ്രഷൻ സൈക്കിള് അടിപൊളിയാ. ആദ്യമായിട്ട് ഇത്ര വിലയുടെ സൈക്കിൾ ഞാൻ കാണുന്നത്. ഫുൾ സസ്പെൻഷൻ സൈക്കിൾ ആദ്യമായിട്ടാണോ കാണുന്നത്? സത്യം. പിന്നെ ഇത്ര വില ഐഡിയ എത്ര ഉണ്ട്? 1.5 ലക്ഷം. 1.5 ലക്ഷം 1.58. 1.58 ഫുൾ സസ്പെൻഷൻ വണ്ടി വേണമായിരുന്ന 1.58. അത് ആവശ്യമുള്ളത് തന്നെയാ. അതൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ ഡാഡിക്കും അമ്മയ്ക്കും അറിയില്ല. എന്തായിരിക്കും അവര് പറയാ? അടിക്കും നിന്നെ. തമ്പുരാൻ അറിയാട്ടാ. നോക്കട്ടെട്ടാ. ഇത് പോളിഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പോളിഗണിൻ്റെ സിസ്ക്യൂ D7 എന്ന് പറഞ്ഞ മോഡലാണത്. ഫുൾ സസ്പെൻഷൻ, നടുവിലും സസ്പെൻഷൻ വരും. കൊള്ളാം, സെറ്റല്ലേ? അടിപൊളി. വാ ഇനി വീട്ടിലത്തെ ഇത് കേൾക്കാം. പയ്യെ ഞാൻ വീട്ടിലേക്ക് പോവാട്ടാ. ഇത്രയും വിലയുടെ വണ്ടി വാങ്ങണം. നീ ആദ്യം നടക്ക്. ഇത്രയും വിലയുടെ വണ്ടിയാണെന്നുള്ളൊരു ഇത് മാത്രമാണ്. സൈക്കിള് വാങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കറിയില്ല ഗൈസ്, സൈക്കിള് വിറ്റതറിയാം. പക്ഷെ ഇത്രയും വേഗം സൈക്കിള് വാങ്ങും എന്നുള്ളതാണ് അവർക്കറിയാതെ. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ ജോഹി? അമ്മ ധർമ്മക്കാരാന്ന് വിചാരിക്കും. അമ്മ ഇങ്ങോട്ട് വരോ? നീ അപ്പുറത്ത് നിന്നോ. അടി കിട്ടണ്ടെങ്കിൽ ചിലപ്പോ ഇതിലായിരിക്കും കേട്ടോ. എന്നാ അതെടുത്ത് അകത്തേക്ക് വെച്ചോ. ഇത് പുതിയൊരു സൈക്കിള് വാങ്ങി. കാറ് വാങ്ങാൻ വെച്ച കാശുണ്ടല്ലോ. കാറ് വാങ്ങാനുള്ള കാശ് 1 ലക്ഷത്തിന് മുകളിൽ പോയില്ല. ഇത് 1.5 ലക്ഷം. അത് ഭയങ്കര. ഈ മഴക്കാലത്ത് ഇത് മേടിക്കണ്ട. അല്ലല്ല അത് വ്യത്യാസമുണ്ട്. ഇത് വേറെ ഇതാ വരണേ. ആ അമ്മാമ്മ സൈക്കിൾ ഒരെണ്ണം വാങ്ങി. ആ പുതിയത് ഞാൻ വാങ്ങിയതാ. 1.5 ലക്ഷം രൂപ. അതിപ്പോ മേടിക്കണ്ടായിരുന്നില്ലത്. ഇത് 1.5 ലക്ഷം രൂപ ഈ സൈക്കിളിന്. ഇത് പോളിഗൺ എന്ന് പറഞ്ഞുള്ള കമ്പനി. പോളിഗൺ ഫേമസ് കമ്പനിയാ. പോളിഗൺ വാങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ?
എടി നമുക്ക് എന്തായാലും സൈക്കിള് ആവശ്യം വരും. എന്റെ സൈക്കിള് പോയപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല ഞാൻ വാങ്ങുന്നു. പക്ഷെ ഇത് ഈ അത് സമയത്ത് എത്ര പെട്ടെന്ന് ഈ മഴയുടെ ടൈമിൽ മേടിക്കുന്നുള്ള ഒരു പ്രതീക്ഷ കാറ് വാങ്ങിയാൽ മതിയായിരുന്നില്ലേ? കാറ് നമുക്ക് 30ാമത്തെ അമ്മ പറയണില്ലേ കാറ് വാങ്ങി പള്ളിയിൽ പോകാനൊക്കെ ഇതിന് പോവാൻ എളുപ്പമുണ്ടായിരുന്നു. അവളോട് പറയുന്നത് ഞാനല്ല അവരെ മക്കട്ടിക്ക് കേട്ടു കേട്ടു കണ്ടു 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 ഇതെങ്ങനെയുണ്ട് ഇപ്പുറത്തേക്ക് വന്ന് നോക്ക്. നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സൈക്കിള് ഞാൻ വിറ്റപ്പോ ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങുന്നു. ഇത്രയും വേഗം വാങ്ങേണ്ട ഒരു ഇത്. ഇഷ്ടപ്പെട്ടാ? സീറ്റ് പൊക്കാൻ പറ്റില്ല. സീറ്റ് ഇവിടെ 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 ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പോ. ഓട്ടോമാറ്റിക്കലി പൊങ്ങും. ഒരിക്കലും ഈ ഇതിപ്പോ എങ്ങനെ battery? ബാംഗ്ലൂർ ബാറ്ററി അല്ല അത് കേബിളാ, അതിന്റെ ഉള്ളില് കേബിളാ. അത് ഡൗൺ ആക്കാനാ? ഇത് അമർത്തിയിട്ട് അവിടെ അമർത്തിയാൽ മതി. അപ്പൊ ആക്ഷൻ അമർത്തിക്കോ. ആ എൻ്റെ അമ്മേ. അത് വിട്ട് കഴിഞ്ഞാൽ ലോക്കാവും അല്ലേ? ഇപ്പൊ ലോക്കാ രണ്ടും വിട്ടോ. 1.5 ലക്ഷം പക്ഷെ അത് മറ്റേ സൈക്കിളിനേക്കാളും വെയിറ്റ് ഉണ്ടാടാ. ഇത് വിൽക്കാനായിട്ട് വാങ്ങാനൊക്കെ ആൾക്കാർ വരില്ലേ? ഞാൻ വാങ്ങിയതമ്മാമേ, സ്വന്തമായിട്ട് വാങ്ങിയതാ. മറ്റേതല്ല സൈക്കിള് നമ്മള് വിൽക്കണതല്ല, ആ വിൽക്കണ ബിസിനസ് വേറെ. അത് വേറെ. അതിന്റെ ഇടയിൽ കൂടെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, സൈക്കിള് ബഡ്ജറ്റ് ആയിട്ട് സൈക്കിള് വാങ്ങുന്ന ബിസിനസ്. അപ്പൊ ബഡ്ജറ്റ് ആയിട്ട് സൈക്കിള് വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ഓണത്തിന്റെ ഇടയിൽ കൂടെ പൂട്ടാച്ചോടന്ന് പറയായിരിക്കും. എന്നാലും സന്തോഷമായ അമ്മാമിക്ക്. സന്തോഷമുണ്ട്. എന്തിനും ജ്വരം വേണം. അതാണ് എന്തിനും ജ്വരം വേണം. അപ്പൊ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കാര്യം പറഞ്ഞാ പറയാ അവൾക്ക് എന്തിനും നല്ല ജ്വര. അത് ഇവിടുത്തെ ഷോക്ക്. ഇത് നടുവിലത്തെ ഷോക്കപ്പ്. ഇവിടുത്തെ സസ്പെൻഷൻ ഇത് നമുക്ക് ഇരിക്കുമ്പോ ചാടുമ്പോഴൊക്കെ കംഫർട്ടായിട്ട് ചാടാൻ. വർക്കാവും നോക്കിയത്. ഇത് ഫുള്ള് വർക്കിംഗ്, എല്ലാം കണ്ടീഷൻ ആക്കിയിട്ടാ സർവീസ് ചെയ്തിട്ടാ കൊണ്ടുവന്നേ. ഇത് ഇവിടെ ഞങ്ങൾ ഇത് വർക്കാവുണ്ടോ? ഇത് ഒരു ആക്കാൻ വരട്ടെ. ഇതിപ്പോ നമുക്ക് ഇപ്പൊ ലോക്ക് അതുപോലെ തന്നെ ഇപ്പൊ അൺലോക്ക് വരണം. ഇനി ഒന്ന് അമർത്തി നോക്കിയേ. അതന്നെ അപ്പൊ ചവിട്ടുമ്പോ ഇത് ജമ്പ് ചെയ്യുമ്പോ ഇത് ഓൺ ചെയ്യണം. ജമ്പ് ചെയ്യുമ്പോ അത് ഓൺ ചെയ്തിട്ട് ജമ്പ് ചെയ്യും. പുഷ് ചെയ്യണം. അതെ അതാണ് വരുന്നത്. ഉള്ള ആരോഗ്യം മൊത്തം അമർത്തണ്ട കേട്ടോ ഡാഡി. ഇത് അല്ല മറ്റേ വലിപ്പം മാരിന്റെ ഭംഗി ഭംഗിയല്ല, ഇത് നമ്മുടെ യൂസാ വരണേ. 2 സസ്പെൻഷനും കൂടിയിട്ട് വരുമ്പോ ഇവിടെ ഒരാൾ ബാക്കിൽ ഒന്നറിയാത്തതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ട് കോപ്പ്. ഞാൻ വീട്ടിൽ ബൈക്കിന്റെ മോട്ടർ വെച്ചാണ്. ബൈക്കിന്റെ മോട്ടറാ. ഷോക്ക് നീ കേറി നോക്കിയേ, നീ കേറി ഇരിക്ക. അപ്പൊ നീ കുറച്ചുകൂടി ഇതറിയാം. ഇരുന്നോക്ക്, വെറുതെ ഇരുന്നോക്കിയേ. ഹാൻഡിൽ ബാർമ വെച്ചേ, അല്ല പെഡലുമ വെച്ചേ. ബാക്കിലോട്ട് ചെരുപ്പ് ഊരിയിട്ട് മര്യാദയ്ക്ക് കാല് ഒന്ന് ചാടി നോക്കിയേ, ചാടി നോക്കിയേ, ചെരുപ്പുള്ള കാരണം അത് ചാടി നോക്കിയേ. ബാക്കിലോട്ട് പോകും. ആക്ഷൻ ഉണ്ടോ? സെറ്റ്. ആക്ഷൻ ഇത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് സാധനം സെറ്റ് ചെയ്തിരിക്കണതാ. അത് നമ്മൾ നോക്കുമ്പോ ഓഫ് റോഡിന് പറ്റും. ഓഫ് റോഡിനും ചാട്ടത്തിനൊക്കെ പറ്റും. റോട്ടി കൂടെയും ചവിട്ടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ MTB എഫർട്ട് വേണ്ടി വരും. മാറിന്റെ MTB ഓടിക്കുന്ന അത്ര ഇതുണ്ടാവില്ല. അല്ല ഫാസ്റ്റിൽ പോയില്ലേ? ഏത് അല്ല ഇത്ര സ്മൂത്ത് ആയിട്ട് പോയില്ലേ? സ്മൂത്ത് ആയിട്ട് അല്ല, ഇവിടെ ചെറിയ അനക്കം വരുമല്ലോ, അപ്പൊ ഒരു സുഖമില്ലായ്മ ഉണ്ടാവും. പക്ഷെ നമുക്ക് അത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഈ ലോക്ക് ചെയ്തിട്ട് ജമ്പ് ചെയ്യാൻ പാടില്ല. വർക്കാവില്ല. അത് വർക്കാ. വേറെ എഫക്ട് വരും. അല്ല റോട്ടി കൂടെ പോകുമ്പോ അത് ലോക്ക് ചെയ്യാം. ഫ്ലെയർ റോട്ടിലൂടെ മുമ്പ് ഇത് ഓഫ് ചെയ്ത് വെക്കാം. പ്ലെയിൻ റോട്ടി കൂടെ പോകുമ്പോ ഇത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് വെക്കാം. അല്ലാണ്ട് മറ്റേ ഹിൽ ഏരിയയിൽ പോകുമ്പോ ഓൺ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ വണ്ടിക്ക് എഫക്ട് വരും. അതാണ് മെയിൻ ഇത് വരണേ. അതിന് വേണ്ടിട്ട് ഈ സാധനം 1.5 ലക്ഷത്തിന്റെ വണ്ടി. സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എത്ര വേഗം എടുക്കുന്നത്. അല്ല സൈക്കിളിന് 1.5 ലക്ഷം കൊടുത്തിട്ടുണ്ടാകും. കാറിൽ കൊണ്ടുപോയ ആള് അത് ഡ്രൈവർ. അതെ അറിയാം, വണ്ടി ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ. അല്ലാണ്ട് ഇപ്പൊ എന്റെ വേറെ ആരാ വരണേ? അമ്മാമിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ട. നിങ്ങൾ 1.5 ലക്ഷത്തിന്റെ അപ്പൊ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്നാലും 1.5 ലക്ഷത്തിന്റെ സൈക്കിള് ഇത്ര പെട്ടെന്ന് വരുത്തുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എഴുതണം അത് 1.5 ലക്ഷത്തിന്റെ സൈക്കിൾ എന്ന് പറയുമ്പോഴേ അതന്നെയാ ഞാനും തല കറങ്ങിയേ. തല ചുറ്റും മാറിയാ കുറേശ്ശെ പിടിച്ചില്ല, അവിടെ പിടിച്ചു അമ്മ. നീ വീഴും. അമ്മയുടെ റൂമിൽ വെക്കണ കാണാനിടയ്ക്ക്. അങ്ങനെ കാണണ്ട, ഇത്തിരി കുറച്ച് കണ്ടാ മതി. കണ്ടുണ്ട് അതിന്റെ പരമ്പരയൊക്കെ നടത്തിക്ക മോനെ. സന്തോഷായ പേരക്കുട്ടി 1.5 ലക്ഷത്തിന്റെ സൈക്കിൾ വാങ്ങിയത്. സന്തോഷൊക്കെ ആയിട്ടുണ്ട്.
ഇതാ നല്ലത് അതാ കാറാ നല്ലത്? അതൊക്കെ അവരവരുടെ ഇഷ്ടം. പേരക്കുട്ടിയുടെ ആഗ്രഹമാണ് സൈക്കിള്. അങ്ങനെ വാ. അപ്പൊ സൈക്കിളല്ലേ നല്ലത്? അവരവരുടെ ഇഷ്ടമാണ്. അവരവർക്കൊരു ചരണ്ട്, ആ ചരം പോലെ പോണം. അല്ലാണ്ട് അവൻ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്നിട്ട് പെൻഷന്റെ കാര്യം എന്താ പറഞ്ഞ? ഇനിയിപ്പോ അരിച്ച അമ്മമ്മയുടെ ഇത് ഇനിയിപ്പോ നീ എന്തെങ്കിലും തേങ്ങ ചെയ്യും. എന്റെ കാര്യങ്ങൾ നോക്കട്ടെ. പെൻഷൻ വന്നു, ആന വന്നത് കേട്ടോ. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ പോളിഗന്റെ സിസ്ക്യൂ D7 ഏറ്റവും പുതിയ സൈക്കിൾ കേട്ടോ. ഒരു സാധാരണ കുടുംബമാണ്, ഒരു മിഡിൽ ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് 1.5 ലക്ഷം എന്ന് എടുത്ത് പറയണത് കേട്ടോ. നമ്മൾക്ക് അത്രയൊന്നും എഫോർഡ് ചെയ്യാനൊന്നും അത്ര ഒരു സൈക്കിളിന് അത്ര ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഒരു കൗതുകം ഇത് വരണതാണ്. അതാണ് ഈ 1.5 ലക്ഷം ആയി എന്നൊക്കെ പറയണത് കേട്ടോ. ആ ഒരു ഇത് വരണത് ആ ഒരു ഇതിൽ കാറ്റഗറിയിൽ പോകുന്നവർക്കും ചിന്തിക്കുന്നവർക്കും മനസ്സിലാവാം കേട്ടോ. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത് വരുന്നത്. 5 ലക്ഷത്തിൻ്റെ സൈക്കിളോട് സുഖമായിട്ട് ചവിട്ടി പോണവർ വഴിയുണ്ട്. അത് അവരുടെ സാമ്പത്തികന്നില്ല, നമ്മുടെ സാമ്പത്തികം അറിയാലോ. സോ അമ്മാമ എന്നിട്ട് പറഞ്ഞേ കാറാണെങ്കിൽ എല്ലാവർക്കും ഇരിക്കാം, സൈക്കിളാണെങ്കിൽ എനിക്ക് മാത്രം ഇരിക്കാം. പേരക്കുട്ടിയുടെ സ്നേഹം അതല്ലേ, ആ ഇഷ്ടം പോലെ ആയിരിക്കാം. അപ്പൊ അമ്മാവിക്ക് ഇനിയിപ്പോ കാറ് വേണോ? എനിക്ക് വേണ്ടിയിട്ട് കാറ് മേടിക്കണ്ട. ആഗ്രഹം പോലെ നിങ്ങൾ അമ്മായി കാണണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം. അമ്മാവിക്ക് കാറ് വേണോ? അമ്മാമിക്ക് കാറ് വേണമെന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് കാറ് മേടിക്കണ്ട. ആര്? ഞാനല്ലാട്ടോ. ആവശ്യമില്ലാത്തൊന്നും എന്റെ തലയിൽ വെക്കല്ലേ. ഇതുമ്മ കയറി നമ്മളില്ലമ്മ. നമ്മളില്ലമ്മ. കാറ് വേണ്ടപ്പോ നിങ്ങളുടെ ഇഷ്ടം, എന്റെ ഇഷ്ടം. ബുദ്ധിക്ക് കളിക്കാൻ അറിയില്ലേ? വയസ്സ് 80. ടോപ്പ് നോച്ചാണ് കേട്ടോ ബുദ്ധി. ഒരക്കില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇത് 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 3-ാമത്തെ ദിവസം, അതെ 3-ാമത്തെ ദിവസം ഞാൻ തോന്നുന്നുണ്ട്. സോ വീഡിയോ എടുത്തു കഴിഞ്ഞ് സൈക്കിൾ കിട്ടിയിട്ട് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. സോ 3 ദിവസമായിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ പൊസിഷൻ വരുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ എടുക്കും, ബാക്കിൽ തലവണ വയ്ക്കും. അതിന് ശേഷം ഇവിടെ ദേ നമ്മുടെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബൈക്കും നോക്കി ഇങ്ങനെ ഒരു ഇരിപ്പാണ്. എൻ്റെ ദൈവമേ, അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗസ്റ്റാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാൻ ഒരു പ്ലാനും ഇല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ബൈക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോളിഗൻ്റെ സിസ്ക്യൂ D7 കിഡിലെ വണ്ടി. ഞാനൊരു 1 കിലോമീറ്റർ ഈ സൈക്കിൾ ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അത്ര ഓടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ അതെ 60 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നെറ്റ്ഫ്ലിക്സിലൊരു ഇതുണ്ട്, സീരീസ് ഉണ്ട്. അത് കണ്ട് ഇങ്ങനെ ഇരിക്കുക ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. കാരണം ബൈക്കിൻ്റെ PPF കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച, നാളെയാണ് എനിക്ക് PPF കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടിയിട്ട് ഇതിനെ ടോർച്ചർ ചെയ്ത് ഇതിൻ്റെ അടപ്പ് തെറിപ്പിക്കാം എന്നൊക്കെ നമ്മളിവിടുത്തെ ഇതിൽ പറയും എന്നാണ് എൻ്റെ മനസ്സിലത്തെ പ്ലാൻ വരുന്നത്. അറപ്പൻ ഫ്രീ റൈഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊല്ലണം, അതുപോലെ പൊളിക്കണം എനിക്ക്. കാരണം ഫുൾ സസ് ബൈക്ക് ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് ആ സമയമായിരുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ന്യൂ ബൈക്ക് ഡേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതുവരെ ആൾക്ക് വീടും പുതിയൊരു ഗസ്റ്റ് വന്നിരിക്കണതല്ല. അപ്പോൾ വീടും പരിസരവും എന്നെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആൾക്ക്. അപ്പം അത് കഴിഞ്ഞ് ബുധനാഴ്ച ആണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ PPF-ഉം ഗാർഡും കാര്യങ്ങളെല്ലാം അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഞാൻ മുന്നേ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടുള്ളതാണ് നാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് വരുമ്പോൾ കാട്ടിത്തരാൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടും യൂസ്ഫുള്ളായിട്ടും തോന്നി ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു. കാശൊന്നും അയച്ചു തരില്ല, ഞാൻ സാധനം അയച്ചതാണ്, ഞാൻ വീഡിയോയിൽ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അത് ബുധനാഴ്ചയാണ് എത്തുക. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിനി അർബൻ ഫ്രീ റൈഡ് ഇറങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാനം ട്രയൽസ് ഉണ്ടല്ലോ, നമ്മുടെ മൈക്കും ജിത്തു അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അവിടെ ആയതുകൊണ്ട് റേഞ്ച് കിട്ടാൻ വരെ പാടാം, വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ. ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് അങ്ങോട്ടേക്കൊന്ന് ഷിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് ബാഗിലിട്ട് കൊണ്ടുപോകണം. അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ പണികൾ കുറേ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാൻ പ്ലാനുകളുണ്ട് ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വരുന്നത്. Day 3
ഇവിടെ ഇരുന്ന് സൈക്കിൾ നോക്കി ഇരിക്കുക. അതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ അറിയണ്ടായിരുന്നില്ല 1.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വിലയുടെ സൈക്കിൾ വാങ്ങും പെട്ടെന്ന് തന്നെ എന്നുള്ളതൊരു പ്ലാനിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആരുടെ റിയാക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്, ഈ വീഡിയോ ആര് ചൂണ്ടിയെന്ന് നിങ്ങൾ പറയാട്ടോ. അമ്മയാണോ ഡാഡിയാണോ അമ്മാമ്മയാണോ എന്ന്, അല്ലെങ്കിൽ അനിയന് പിന്നെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത്. അപ്പോൾ ആരാണ് ഈ വീഡിയോയിൽ തൂക്കിയെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത കിടിലൻ വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.